അപ്പം ഉണ്ടല്ലോ, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു അറിയില്ലേ, അതുപോലെ ഒരു ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് നമ്മൾ കൂന്തൽ നിറച്ചത്. ഇപ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ആക്കിയാലും യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും പെട്ടെന്ന് വരുന്നത് ഈ കൂന്തൽ നിറച്ചതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ അത് കണ്ട് കൊത്തി മൂത്തപ്പോൾ നമ്മളുണ്ടാക്കിയിട്ടാ. അപ്പോൾ വീഡിയോ കണ്ടോക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നാലാണ് എൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളി എടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കുക. ഞാൻ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്, എന്നാലാണ് അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ച മണമെല്ലാം മാറി ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. കറിവേപ്പിലെല്ലാം നന്നായി വാടി വരണം. ഇത് നമ്മൾ കൂന്തലിൽ നിറക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും വലിയ പീസായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ അത് മാക്സിമം ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്താൽ കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂന്തളിൻ്റെ വിങ്സും അതുപോലെ തന്നെ ചെറിയ പീസസും കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് അതിൻ്റെ ശരിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂന്തളിൻ്റെ പീസസ് എല്ലാം കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു 4 മിനിറ്റെങ്കിലും വഴറ്റി കൊടുക്കണം. കൂന്തളിന് പിന്നെ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. കൂന്തൾ വേവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് പെരുംജീരകം ഫെനൽ സീഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ട് പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്ത് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറവ് വേണമെങ്കിൽ കുറവ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള. പിന്നെ വേണ്ടത് ഒരു തേങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. തേങ്ങയിൽ പച്ചമുളക് ഇട്ടിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ, എന്നാലേ അതിൻ്റെ ഫ്ലേവർ നല്ലൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അല്ലാണ്ട് കീറി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പച്ചമുളക് തേങ്ങ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫില്ലിങ്. ഇനി കൂന്തളാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 15 പീസ് കൂന്തൽ എടുത്തിട്ടുണ്ട്. അത് ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസിനെങ്ങായി ഒന്നുകൂടെ ടേസ്റ്റ് ചെറിയ സൈസ് എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ 15 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയുടെ പോർഷനും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുത്തി കൊടുക്കാനുള്ള ടൂത്ത് പിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കൂന്തലിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ നിറക്കുന്നത്. കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയ കൂന്തളായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് നിറച്ച് കൊടുക്കാൻ തന്നെ. പിന്നെ വലിയ കൂന്തളാണെങ്കിൽ ഈസി ആയിട്ട് നിറച്ചെടുക്കുക, പക്ഷേ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നിലും ഇങ്ങനെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തലയുടെ ഭാഗം ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നല്ല സെക്യൂറായിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കൂന്തൽ നിറക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട. ഒരു 1/2 പോർഷൻ വരെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കാര്യം നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഫില്ലിങ് എല്ലാം പുറത്തേക്ക് വരും. ഇത് കൂന്തൽ ചുരുങ്ങി വരും.
അത് വേവുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് വരും. പിന്നെ ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റീം ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി മാത്രം നിറച്ച് കൊടുത്താൽ മതി, ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഫില്ല് ചെയ്തെടുക്കട്ടെ. പിന്നുണ്ടല്ലോ ഇതിൻ്റെ ഫില്ലിങ് വെറുതെ നമ്മൾക്ക് ചോറിലേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഫില്ലിങ്ങാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് എന്ന് ഞാൻ പറയും. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാനെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 to 8 മിനിറ്റ് അത്ര ടൈമേ വേണ്ടുള്ളൂ ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഇത് നമ്മൾ സാധാ കൂന്തൽ നമ്മൾ നറക്കുമ്പോഴത്തെ ആ സൈസല്ല, ഇപ്പോൾ ഒന്നും കൂടി നന്നായി ചുരുങ്ങി വന്ന് ഇപ്പോൾ ഫില്ലിങ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു കോട്ടിങ് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിടുന്ന സ്പൈസസ് ഇടുന്ന വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ബാക്കി എല്ലാത്തിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അതായത് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ റിലീസായിട്ട് വരും. ആ സമയത്ത് വേണം നമ്മൾ ഈ സ്റ്റീം ചെയ്തെടുത്ത കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കൂന്തളിൽ ഈ മസാല എല്ലാം കോട്ട് ചെയ്തിട്ട് വരും. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കൂന്തൽ പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് അത് നന്നായി വറ്റി കൂന്തളിൻ്റെ മുകളിലെല്ലാം കോട്ട് ചെയ്ത് മസാല കോട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ ദാ ഇതുപോലെ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു മസാല തന്നെയാണ്. ഇതും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, അത് കഴിച്ച് തന്നെ അറിയണം. അത്രയും ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ കൂന്തൽ നിറച്ചതിന്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.